ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ്. വെരി കോമൺ ഡിസീസ്, എല്ലാവർക്കും തന്നെ വെരി കോമൺ ആയി കാണുന്ന ഡിസീസാണിത്. സോ what is meant by gastroesophageal reflux disease? It is the bad flow of gastric and duodenal content back in the esophagus. നമ്മൾ അനാട്ടമി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഈസോഫാഗസിന്റെയും സ്റ്റൊമക്കിന്റെയും അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട് വിച്ച് റെഗുലേറ്റ് ദ ബാഡ് ഫ്ലോ ഓഫ് കണ്ടന്റ്. അതായത് ഒരു കാർഡിയാക് ഫിഞ്ചർ ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ ഗാസ്ട്രിയാക് കണ്ടൻസ് ഒന്നും തന്നെ തിരികെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നില്ല. സോ ദ ഗ്യാസ്ട്രിക് റിഫ്ലക്ട് ഒക്വർ വെൻ ദർ ഈസ് റിഫ്ലക്ട് ഓഫ് ഗാസ്ട്രിക് കണ്ടന്റ് ആൻഡ് ഈസോഫാഗസ് കണ്ടന്റ് ഇൻ ടു ദി ഈസോഫാഗസ്. എപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്പിഞ്ചർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പൈലോറിക് സ്റ്റെനോസിസ് ഉണ്ടാകുമ്പോൾ, ഓർ സം അതർ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കോസസ്. ഇനി നമുക്ക് പേഷ്യൻ്റ് അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പിഗാസ്ട്രിക് പെയിന്, ഡിസ്പെപ്സിയ, റിഗർജിറ്റേഷൻ, ഹൈപ്പർ സലൈവേഷൻ, സ്വാലോ ചെയ്യുമ്പോൾ ഉള്ള പെയിന്, ഡിഫിക്കൽറ്റി, ഇതൊക്കെയാണ് പേഷ്യൻ്റ് അസസ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ്ട്രിക് റിഫ്ലക്ട് ഡിസീസ് കാരണം സ്പിഞ്ചർ വർക്ക് ചെയ്യാത്തതാണ്. സ്പിഞ്ചർ പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പേഷ്യൻറ്റിനോട് അവോയ്ഡ് ചെയ്യാൻ പറയുക. അതായത് ഫുഡ് ലൈക്ക് ചോക്ലേറ്റ്, കോഫി, കാർബണേറ്റഡ് ബിവറേജസ്, സിഗരറ്റ്സ്, സ്മോക്കിങ്, ആൽക്കഹോള്, ഫാറ്റി ആൻഡ് ഫ്രൈഡ് ഫുഡ്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുക. The patient should be follow low fat and high fiber diet. ചില മെഡിക്കേഷൻസ് കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസ്ട്രിക് എമിറ്റിങ് ഫാസ്റ്റ് ആയി പോകും. പക്ഷെ ചില മെഡിക്കേഷൻസ് കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസ്ട്രിക് എമിറ്റിങ് ഡിലേ ചെയ്യും. സ്റ്റൊമക് എമിറ്റിങ് ഡിലേ ചെയ്യുന്ന മെഡിസിൻസ് അവോയ്ഡ് ചെയ്യുക. എക്സാമ്പിൾ ആൻറ്റികോളിനോജിക്സ് ഓർ എൻസൈഡ്സ്, ഇതൊക്കെ. GRDക്ക് പ്രധാനമായി എടുക്കുന്ന മെഡിക്കേഷൻസ് ആൻറ്റാസിഡ്സ്, H2 റിസപ്റ്റർ, ആൻറ്റികോണിക്സ് അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ചില ഫുഡ്സ് പേഷ്യൻറ്റിനോട് അവോയ്ഡ് ചെയ്യാൻ പറയുക. അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് വെയർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡിങ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് 2 hours ബിഫോർ ബെഡ് ടൈം. Along with the patient can also the keeping his head elevated little bit 6 inches blocks. അതായത് 6 inches ബ്ലോക്സ് വെച്ച് ഹെഡ് എലവേറ്റ് ചെയ്യാൻ പേഷ്യൻസിനോട് പറയുക. ഇതൊക്കെയാണ് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇൻഎഫക്റ്റീവ് ആകുമ്പോഴാണ് സർജറിയിലേക്ക് നമ്മൾ പോകുന്നത്. അതിനെ ഫണ്ടോപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഫണ്ടോപ്ലിക്കേഷൻ ഈസ് ദ സർജറി വേർ ദ പാർട്ട് ഓഫ് ഫണ്ടൽസ് ഈസ് റാപ്ഡ് അറൗണ്ട് സ്പിഞ്ചർ. മെഡിക്കൽ മാനേജ്മെൻറ്റ് പേഷ്യൻ്റ് ഇൻഎഫക്റ്റീവ് ആകുമ്പോൾ പേഷ്യൻ്റ് ക്യാൻ ഗോ ഫോർ ദി സർജറി, ദാറ്റ് കോൾഡ് ഫണ്ടോപ്ലിക്കേഷൻ. ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.